അമൃത് വേണി ലൈഫ് ക്വിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ് ആലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേക ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ നീതു കൃഷ്ണ. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഏപ്രിൽ 6 തിങ്കളാഴ്ച. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ഘട്ടത്തിൽ. നാളെ വൈകുന്നേരം 5 മണിയോടെ പ്രചാരണത്തിന് കൊട്ടിക്കലാശം. നിശബ്ദ പ്രചാരണത്തിന് മാത്രം അനുമതിയുള്ള ബുധനാഴ്ച വോട്ടെടുപ്പ് യന്ത്രങ്ങൾ അടക്കമുള്ള പോളിംഗ് സാമഗ്രികളുമായി പോളിംഗ് ഉദ്യോഗസ്ഥർ വോട്ടെടുപ്പ് കേന്ദ്രങ്ങളിൽ എത്തും. 9-ാം തീയതി കേരളത്തിലെ 2,70,00,000 വോട്ടർമാർ 25,000 പോളിംഗ് സ്റ്റേഷനുകളിലായി വോട്ട് രേഖപ്പെടുത്തും. പോലീസ് സ്റ്റേഷനുകളിൽ CCTV സംവിധാനം ഏർപ്പെടുത്തിയതിന് കേരളത്തെ അഭിനന്ദിച്ച് സുപ്രീം കോടതി. ഇത് മാതൃകയാക്കാമെന്ന് നിരീക്ഷിച്ച കോടതി രാജ്യത്തെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും CCTV സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ഹാജരാകാൻ നിർദ്ദേശം നൽകി. വയനാട് തുരങ്കപാത നിർമ്മാണത്തിനുള്ള പരിസ്ഥിതി അനുമതി ശരിവെച്ച ഹൈക്കോടതി വിധിയിൽ ഇടപെടാതെ സുപ്രീം കോടതി. അനുമതി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് വയനാട് പ്രകൃതി സംരക്ഷണ സമിതി നൽകിയ അപ്പീൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് തള്ളി. LDF പ്രകടന പത്രികയിലെ വനം പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ തിരുത്തി. ബഫർ സോൺ ഉൾപ്പെടെയുള്ള 3 വിവാദ ഖണ്ഡികകളാണ് തിരുത്തിയത്. ബഫർ സോൺ സംബന്ധിച്ച് ജനഹിതം മുൻനിർത്തി സംസ്ഥാന സർക്കാർ നിർദ്ദേശങ്ങൾ കേന്ദ്ര സർക്കാർ മുന്നിൽ അവതരിപ്പിക്കുമെന്നാണ് തിരുത്തൽ. മുഴുവൻ ഏകവിളത്തോട്ടങ്ങളെയും സ്വാഭാവിക വനങ്ങളാക്കി മാറ്റാൻ ഇക്കോ റെസ്റ്റോറേഷൻ നടപ്പിലാക്കുമെന്നതും ഒഴിവാക്കിയിട്ടുണ്ട്. വാടാനപ്പള്ളിയിലെ BJP കിറ്റ് വിതരണം ചെയ്തെന്ന പരാതിയിൽ കേസെടുത്ത് വാടാനപ്പള്ളി പോലീസ്. ചാമ്പ്യൻസ് ട്രേഡേഴ്സ് എന്ന സ്ഥാപന ഉടമ പ്രവീൺ ജിത്തിനെ പ്രതിയാക്കിയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. 72,542 രൂപ വില വരുന്ന ഭക്ഷ്യസാധനങ്ങളാണ് കിറ്റുകളിൽ ഉണ്ടായിരുന്നതെന്നാണ് FIR-ൽ പറയുന്നത്. കോൺഗ്രസ് നേതാവും മണിലൂരിലെ UDF സ്ഥാനാർത്ഥിയുമായ TN പ്രതാപനെതിരെ ഡീൽ ആരോപണവുമായി നാട്ടികയിലെ കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ഫിറോസ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിക്ക് വിജയിക്കാൻ അവസരമൊരുക്കിയതിന് പ്രതിഫലമായി ലഭിച്ച 8 കോടി രൂപ പ്രതാപൻ നാട്ടികയിലും മണലൂരും വിതരണം ചെയ്തെന്നാണ് ആരോപണം. വാടാനപ്പള്ളിയിലെ കിറ്റ് വിവാദം പ്രതാപനും BJPയും ചേർന്നുള്ള ഒത്തുകളിയാണെന്നും ഫിറോസ് ആരോപിച്ചു. BJPയുടെ സ്ഥാപക ദിനം പ്രമാണിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സംസ്ഥാന കാര്യാലയത്തിൽ പതാക ഉയർത്തും. വിവിധ പ്രചാരണ പരിപാടികളിലും പങ്കെടുക്കും. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇന്ന് കേരളത്തിൽ. തൃശൂർ ജില്ലയിലെ കുന്നംകുളത്തും മാളയിലും പാലക്കാട്ടും അദ്ദേഹം പ്രസംഗിക്കും. 2ാം LDF സർക്കാരിന്റെ പ്രോഗ്രസ് കാർഡ് അവതരിപ്പിക്കവേ പ്രകടന പത്രികയിലെ 900 വാഗ്ദാനങ്ങളിൽ 97% നടപ്പാക്കിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാനത്തെ നിക്ഷേപ സൗഹൃദമായി മാറ്റാൻ നടപടികൾ കൈക്കൊണ്ടതായും ഭരണസേവനങ്ങൾ ലളിതമാക്കിയതായും അദ്ദേഹം വ്യക്തമാക്കി. ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട പുനഃപരിശോധനാ ഹർജികൾ സുപ്രീംകോടതി നാളെ പരിഗണിക്കും. ശബരിമല യുവതീ പ്രവേശനം എതിർക്കുന്നവരുടെ വാദമാണ് അടുത്ത ആദ്യ 3 ദിവസം കേൾക്കുക. ഏപ്രിൽ 14, 15, 16 തീയതികളാണ് യുവതീ പ്രവേശനത്തെ അനുകൂലിക്കുന്നവരുടെ വാദം. എല്ലാവർക്കും വന്നു ഡാൻഡ്രഫ്, എന്തു ചെയ്യും ചേട്ടാ? പേടിക്കണ്ട, ഇവിടുണ്ടല്ലോ ഡാൻഡ്രോക്വിറ്റിൻ ഓയിൽ. ഉടനടി മാറും താരൻ, ഉപയോഗിക്കൂ വേഗം. അമൃത് വേണി ഡാൻഡ്രഫ് ക്വിറ്റ്, ദി അൾട്ടിമേറ്റ് ഡാൻഡ്രഫ് സൊല്യൂഷൻ. സംവിധായകൻ രഞ്ജിത്തിനെതിരായ പീഡനക്കേസിൽ കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്തി അന്വേഷണത്തിന് നേതൃത്വം നൽകുന്ന DCP അശ്വതി ജിജി. സംഭവത്തിനു ശേഷം അന്നു തന്നെ രഞ്ജിത്ത് അതിജീവിതയെ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നുവെന്നും എന്നാൽ യുവതി ഫോൺ എടുത്തില്ലെന്നും DCP പറഞ്ഞു. അതേസമയം രഞ്ജിത്തിന്റെ ജാമ്യാപേക്ഷ നാളെ പരിഗണിക്കും. 4 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ CPM ദേശീയ പാർട്ടി അല്ലാതാകുമെന്ന് ചെറിയാൻ ഫിലിപ്പ്. ഇന്ത്യയിലെ 2ാമത്തെ രാഷ്ട്രീയ പാർട്ടിയായിരുന്ന CPM ഇപ്പോൾ 13ാമത്തെ പാർട്ടിയാണ്. ലോക്സഭയിൽ 4 സീറ്റും വോട്ട് 1.76% മാത്രം. ഒരു ദേശീയ പാർട്ടിയാകുന്നതിനുള്ള മാനദണ്ഡങ്ങളിലൊന്ന് 4 സംസ്ഥാനങ്ങളിൽ സംസ്ഥാന പാർട്ടിയാകണമെന്നതാണ്.
പേരാമ്പ്രയിലെ അനൗൺസ്മെന്റ് വിവാദവുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് മറുപടി നൽകി LDF സ്ഥാനാർത്ഥി TP രാമകൃഷ്ണൻ. ചട്ടലംഘനം നടത്തിയിട്ടില്ലെന്നും മതസ്പർദ്ധ ഉണ്ടാക്കുന്ന അനൗൺസ്മെന്റ് ഉണ്ടായിട്ടില്ലെന്നും രാമകൃഷ്ണൻ മറുപടിയിൽ പറയുന്നു. പ്രചാരണത്തിന് ഉപയോഗിക്കുന്ന വാഹന നമ്പറുകൾ ഉൾപ്പെടെ തെളിവായി ഹാജരാക്കുമെന്നും പെൻഡ്രൈവ് നൽകാൻ തയ്യാറാണെന്നും TP പറഞ്ഞു. PV അൻവറിനെ ബേപ്പൂരിൽ മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ചാൽ വലിയൊരു സമ്മാനം കാത്തിരിക്കുന്നുണ്ടെന്ന പ്രഖ്യാപനവുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. വെറും MLA ആയിട്ടായിരിക്കില്ല അദ്ദേഹം വരുന്നതെന്നും ബേപ്പൂരിന് പ്രത്യേക പരിഗണന ലഭിക്കുമെന്നും VD സതീശൻ PV അൻവറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തിനിടെ പറഞ്ഞു. കോൺഗ്രസ് വികസനമല്ല മുന്നോട്ട് വയ്ക്കുന്നത്, നുണയാണ് അവർക്ക് പ്രധാനമെന്ന് നേമത്തെ NDA സ്ഥാനാർത്ഥിയും BJP സംസ്ഥാന അധ്യക്ഷനുമായ രാജീവ് ചന്ദ്രശേഖർ. ഇന്ദിരാ ഗ്യാരണ്ടി വ്യാജ ഗ്യാരണ്ടിയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്നത്തെ പത്രം നോക്കിയാൽ കാണാം, ഡീലിനെ കുറിച്ച് സംസാരിക്കുന്നത് കോൺഗ്രസിന്റെ സ്റ്റാർ ക്യാമ്പയിനറായ DK ശിവകുമാറും മല്ലികാർജുൻ ഖാർഗെയുമാണെന്നും ഇവരുടെയൊക്കെ പശ്ചാത്തലം എന്താണെന്ന് മനസ്സിലാക്കേണ്ടതുണ്ടെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. LDFും UDFും അധികാരത്തിലെത്തിയാൽ ലവ് ജിഹാദ് നടപ്പാക്കുമെന്ന് BJP നേതാവ് PK കൃഷ്ണദാസ്. ഹിന്ദു ക്രിസ്ത്യൻ കുടുംബങ്ങളിലെ പെൺകുട്ടികളെ പ്രണയം നടിച്ച് രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്ക് റിക്രൂട്ട് ചെയ്യും. കാരണം രണ്ട് മുന്നണികളും അധികാരത്തിലെത്തിയാൽ നിയന്ത്രിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയും SDPIയുമായിരിക്കുമെന്നും കൃഷ്ണദാസ് ആരോപിച്ചു. നടനും BJP നേതാവുമായ ദേവന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം തടസ്സപ്പെടുത്തി എന്നു കാണിച്ച് മണലൂരിലെ UDF സ്ഥാനാർത്ഥി TN പ്രതാപനെതിരെ BJP തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകും. കിറ്റ് വിവാദം TN പ്രതാപന്റെ പൊറോട്ടു നാടകമാണെന്ന് മണലൂരിലെ NDA സ്ഥാനാർത്ഥി KK അനീഷ് കുമാർ പ്രതികരിച്ചു. മലപ്പുറം വേങ്ങരയിൽ ഇന്നലെ രാത്രി KM ഷാജിയുടെ തെരഞ്ഞെടുപ്പ് ഫ്ലക്സ് ബോർഡിന് തീയിട്ട സംഭവത്തിൽ കോട്ടയ്ക്കൽ പോലീസ് കേസെടുത്തു. കലാപമുണ്ടാക്കുകയെന്ന ലക്ഷ്യത്തോടെ പ്രകോപനമുണ്ടാക്കൽ, മനഃപൂർവ്വം നാശനഷ്ടമുണ്ടാക്കൽ തുടങ്ങിയ വകുപ്പുകൾ ചേർത്താണ് കേസ്. കാസർകോട്ടെ വനിതാ ലീഗ് നേതാവിന്റെ മുനാഫിക് പരാമർശത്തിൽ സമസ്തയ്ക്കുള്ളിലും എതിർപ്പ്. വിശ്വാസിയായ സ്ഥാനാർത്ഥിയെ മുനാഫിക് എന്ന് വിളിച്ചത് ഗൗരവതരമാണെന്ന് കുമ്പോൽ സെയ്ദലി തങ്ങൾ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ സഭ്യേതര വാക്കുകൾ ഒഴിവാക്കണമെന്നും നാടിന്റെ വികസനം പറഞ്ഞ് വോട്ട് തേടണമെന്നും കുമ്പോൽ സെയ്ദലി തങ്ങളുടെ പ്രസ്താവനയിൽ പറയുന്നു. വടക്കാഞ്ചേരി മണ്ണുത്തി 6 പാതയിൽ കുതിരാൻ വലതു തുരങ്കത്തിൽ അറ്റകുറ്റപ്പണി നടക്കുന്നതിനാൽ ഗതാഗത ക്രമീകരണം ഏർപ്പെടുത്തി. അറ്റകുറ്റപ്പണി നടക്കുന്ന ഭാഗത്ത് ഒറ്റവരിയായാണ് ഗതാഗത ക്രമീകരണം ഏർപ്പെടുത്തിയത്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യമുണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേക ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. താൽക്കാലിക വെടിനിർത്തൽ ധാരണയിൽ എത്തിയാലും ഹോർമൂസ് കടലിടുക്ക് തുറന്നുകൊടുക്കില്ലെന്ന് ഇറാൻ. ട്രംപിന്റെ ഭീഷണി വിലപോകില്ലെന്നും ഇറാൻ വ്യക്തമാക്കി. ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിലെ ജനവാസ കേന്ദ്രത്തിലെ വ്യോമാക്രമണത്തിൽ 13 പേർ കൊല്ലപ്പെട്ടു. ഇന്നലെ രാത്രിയുണ്ടായ ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇസ്ലാംഷറിനടുത്താണ് ആക്രമണം ഉണ്ടായതെന്ന് ഇറാനിലെ വാർത്താ ഏജൻസികളായ ഫാർസും നൗർ ന്യൂസും റിപ്പോർട്ട് ചെയ്യുന്നു. ഏത് കെട്ടിടത്തിന് നേരെയാണ് ആക്രമണം ഉണ്ടായതെന്ന വിവരം പുറത്തു വന്നിട്ടില്ല. സൗരയൂഥത്തിന് പുറത്തുള്ള 6000-ലധികം ഗ്രഹങ്ങളിൽ 45 എണ്ണം ഭൂമിയോട് സാമ്യമുള്ളതും ജീവിക്കാൻ അനുയോജ്യമായ മേഖലയിൽ ഉള്ളതുമാണെന്ന് ഗവേഷക സംഘം കണ്ടെത്തി. കോർണൽ സർവകലാശാലയിലെ കാൾ സാഗൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പ്രൊഫസർ ലിസ കാൽറ്റനെഗർ നേതൃത്വം നൽകുന്ന ഗവേഷക സംഘമാണ് കണ്ടെത്തിയത്. ആർട്ടിമിസ് 2 ദൗത്യസംഘം ചാന്ദ്ര ആകർഷണ വലയത്തിനുള്ളിൽ പ്രവേശിച്ചു. ബഹിരാകാശ പേടകത്തിലെ യാത്രികരെ കാത്തിരിക്കുന്നത് വിസ്മയ കാഴ്ചകൾ. ചൈനയിലെ റെസിഡൻഷ്യൽ ഫ്ളാറ്റുകളിൽ ചിതാഭസ്മം സൂക്ഷിക്കുന്നത് നിരോധിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവ്. ശ്മശാന ഭൂമിയുടെ അമിതമായ വിലക്കയറ്റത്തെ തുടർന്നാണ് പല കുടുംബങ്ങളും ഫ്ളാറ്റുകൾ വാങ്ങി അവിടെ ചിതാഭസ്മം സൂക്ഷിക്കാൻ തുടങ്ങിയത്. എന്നാൽ സർക്കാർ ഇത് നിരോധിച്ചുകൊണ്ട് ഉത്തരവിറക്കുകയായിരുന്നു. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിലെ നദീതീരങ്ങളിലും ചതുപ്പുനിലങ്ങളിലും നുഴഞ്ഞുകയറ്റം തടയുന്നതിന് പാമ്പുകളെയും മുതലകളെയും ഉപയോഗിക്കുന്നതിനുള്ള സാധ്യതയെക്കുറിച്ച് ആഭ്യന്തര ചർച്ച നടന്നിട്ടുണ്ടെന്ന് BSF വൃത്തങ്ങൾ. എന്നാൽ ഈ വിഷയത്തിൽ BSF ഔദ്യോഗിക ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടില്ല. പാക് അഫ്ഗാൻ അതിർത്തിയിൽ വീണ്ടും സംഘർഷം. ഏറ്റുമുട്ടലിൽ 6 പാകിസ്ഥാനി സൈനികരെ വധിച്ചതായി താലിബാൻ സൈന്യം അവകാശപ്പെട്ടു.
ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ സായാഹ്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് നീതു കൃഷ്ണ. ഡെയിലി ന്യൂസ് ലൈവ് .in വാർത്തകൾ വിരൽ തുമ്പിൽ.